ഇത് ഞങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വെച്ച ഗേറ്റാണ്. അപ്പോൾ ഞങ്ങളുടെ പഴയ ഗേറ്റിനെ എങ്ങനെയാണ് ഞങ്ങൾ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്തതെന്ന് കാണിക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലീവ്സ് ഫ്രം മൈ ഗാർഡൻ ചാനലിലേക്ക് സ്വാഗതം. സോ ഇതാണ് നമ്മുടെ പഴയ ഗേറ്റ്. ആ പഴയ ഗേറ്റ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന വെർട്ടിക്കൽ ഗാർഡൻ ചെടികളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ പ്ലാന്റുകളെല്ലാം തന്നെ വളരെ ബുഷിയായിട്ട് വളരുന്ന ചെടികളാണ്. പിന്നെ ഈ കാണിക്കുന്നതെല്ലാം ലോ കോസ്റ്റിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് കൂടിയാണ്. വെർട്ടിക്കൽ ഗാർഡന്റെ ഭംഗി കൂട്ടാൻ ഏറ്റവും നല്ലൊരു ചെടിയാണ് സിങ്കോണിയം അല്ലെങ്കിൽ ആരോ ഹെഡ് എന്ന ഈ ചെടിയെ. വളരെ പെട്ടെന്ന് വളരുന്ന ചെടി കൂടിയാണ്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇതിൻ്റെ ഇലകൾ തന്നെയാണ് ഈ ചെടിയുടെ ഭംഗി എന്ന് പറയുന്നത്. ചെടിയോട് ഇഷ്ടമുള്ളവർക്കും അതുപോലെ തന്നെ ഗാർഡനിങ്ങിൻ്റെ തുടക്കക്കാർക്കും ഒക്കെ വളരെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന ചെടിയാണ്. ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കളർഫുള്ളായിട്ടും ബ്രൈറ്റായിട്ട് ഇലകൾ നിൽക്കണമെങ്കിൽ അത്യാവശ്യത്തിന് സൺലൈറ്റ് കിട്ടണം. അപ്പോൾ ഒരു ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് കൊടുത്താൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ ഒരു ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന പോർഷനിൽ തന്നെ സെറ്റ് ചെയ്യുക. പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചെടിയുടെ ഇലകൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ ചെടിയിൽ തന്നെ വള്ളികളായിട്ട് പടർന്നു പോകുന്ന വെറൈറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവ നമ്മൾ വെർട്ടിക്കൽ പോട്ടിൽ നടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് കണ്ടോ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെൽവെറ്റ് പോലുള്ള ഇലകളാണ് ഇതിനുള്ളത്. ഇത് വള്ളിയായിട്ട് കയറി പോകുന്ന ചെടി തന്നെയാണ്. ഇനി നമ്മൾ വെർട്ടിക്കൽ പോട്ടിൽ ഇതുപോലത്തുള്ള ചെടികൾ നട്ടുകൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണയായിട്ടൊരു കൊച്ചു തൈ നമ്മൾ നട്ടുകൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോട്ടിൽ കുറച്ച് സ്പേസ് വേക്കൻ്റ് ആയിരിക്കും. സോ ഇതുപോലെ വൈൻ വന്ന പ്ലാന്റിൽ നിന്ന് ആ വൈൻ കട്ട് ചെയ്ത് നമ്മൾ ആക്ച്വലി ആ പോട്ടിൽ തന്നെ നട്ടുകൊടുക്കുക. സോ അങ്ങനെ ചെയ്താലുള്ള ഗുണം തീർച്ചയായിട്ടും നമ്മുടെ ചെടി ബുഷിയായിട്ട് വെർട്ടിക്കൽ പോട്ടി വളർന്നു വരും. നല്ല ഭംഗിയുള്ള ഇലകളും അതിനു പുറമെ ഇതുപോലുള്ള ചെറിയ ക്യൂട്ട് വൈറ്റ് ഫ്ലവേഴ്സും ഉണ്ടാകുന്ന റിബൺ പ്ലാന്റ് ആണ് അടുത്തതായിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാവുന്ന ചെടി തന്നെയാണിതും. ഒരു കിഴങ്ങാണ് ഇതിൻ്റെ വിത്തായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് വെള്ളം ഇതിൻ്റെ ചെവിട്ടിൽ കെട്ടി നിന്നാൽ കിഴങ്ങ് പെട്ടെന്ന് തന്നെ നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, വെള്ളം നല്ല പോലെ വാർന്നു പോകുന്ന മണ്ണ് വേണം ഈ പ്ലാന്റ്സിന് വേണ്ടത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാറ്റൻ റിബൺ പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ റിബൺ പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്ന പ്ലാന്റ് കൂടിയാണ്. നമ്മളൊരു ചെറിയ തൈ വെച്ചാൽ മതി, അത് ഇതുപോലെ തിക്കായിട്ട് തനിയെ പടർന്ന് വളർന്നുകൊള്ളും. നിങ്ങൾക്ക് മിക്കവാറും പരിചയമുള്ള ഒരു ഗ്രാസ് ആണ് അടുത്തതായിട്ടുള്ളത്. ഇതിൻ്റെ പേര് ഹെമിഗ്രാഫിക്സ് റിപ്പൻഡ എന്നാണ്. നമുക്കറിയാം ഇതിനെ നമ്മൾ ബോർഡർ ഗ്രാസ് അല്ലെങ്കിൽ സ്റ്റാർ ഗ്രാസ്, അതുപോലെ തന്നെ ഓർണമെന്റൽ ഗ്രാസ് എന്നൊക്കെ പറയാറുള്ള ഒരു ചെടി കൂടിയാണ്. ഇതിൽ തന്നെ ഇലകൾ പർപ്പിൾ കളറും അതുപോലെ തന്നെ ഗ്രീൻ കളറായിട്ടുള്ള ചെടിയാണുള്ളത്. ഈ ചെടികളിലും ചെറിയ വെള്ളപ്പൂക്കൾ ഉണ്ടാവാറുണ്ട്. പിന്നെ നല്ല തിക്കായിട്ടാണ് ഇത് വളരുന്നത്. ഈസി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഈ ചെടികളുടെ അരിവ് ഒരു സിക്സാക് മോഡലാണ് കാണുന്നത്. ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം ലഭിച്ചാൽ മാത്രമേ ഇത് പേർപ്പിൾ കളറിൽ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ചെടിയുടെ ഇലകളുടെ മുകൾ വശം പച്ച കളറിലും അതുപോലെ താഴ്വശം ലൈറ്റ് പേർപ്പിൾ കളറിലുമായിരിക്കും നിൽക്കുന്നത്. ഈ ചെടിയുടെ തയ്യ് ഞാൻ 20 രൂപയ്ക്കാണ് നഴ്സറിയിൽ നിന്ന് വാങ്ങിയത്. നമ്മളൊരു ചെറിയ തണ്ട് വാങ്ങി നട്ട് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ അത് വളർന്ന് ബുഷിയായിട്ട് വരും. അധികം ആരും വെർട്ടിക്കൽ ഗാർഡനിൽ പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു ചെടിയാണ് കോളിയസ് അല്ലെങ്കിൽ നമ്മുടെ കണ്ണാടി ചെടി. ഇതിൻ്റെ ഇലകൾ ഭയങ്കര മനോഹരമാണ്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാകുന്ന ഒരു ഇനം ചെടി തന്നെയാണിത്. പണ്ട് മുതലേ നമ്മൾ മിക്ക വീടുകളും കണ്ടുവരുന്ന ചെടി കൂടിയാണ്. പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ്. നമ്മളിതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് സോയിലിൽ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് വളർന്നു വരികയും ചെയ്യും. ഈവൻ നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ റൂട്ട് ഇറങ്ങുന്ന ചെടി കൂടിയാണ്. നമ്മൾ രാവിലത്തെയും വൈകിട്ടത്തെയും സൂര്യപ്രകാശം കൊടുത്തു കഴിഞ്ഞാൽ ചെടിയുടെ ഇലകൾക്ക് നല്ല ബ്രൈറ്റ്നസ് ഉണ്ടാകും. സൂര്യപ്രകാശം കൂടുതലായിട്ട് കിട്ടുവാണെങ്കിൽ ചെടി പെട്ടെന്ന് വാടിപ്പോകും. നമ്മൾ എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ 1-2 മണിക്കൂറിനകം തന്നെ നമ്മുടെ ചെടിയുടെ ഇലകൾ നല്ല ഫ്രഷ് ലുക്കിൽ നിൽക്കുന്നതും കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ചെറിയ പൂക്കൾ ഉണ്ടാവുന്ന ചെടി കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടനെ തന്നെ ആ പൂക്കൾ നമ്മൾ നുള്ളി കൊടുക്കുക. എന്നാൽ മാത്രമേ ഇതിൽ പുതിയ ബ്രാഞ്ചസ് വന്ന് നല്ല ഭംഗിയോടെ ചെടി നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ചെടി ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വളർന്നു പോകും. അത്ര ബുഷി ഫീല് ഇതിനുണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ അതും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഭംഗിയുള്ള ചെടി കൂടിയാണ് കോളിയസ് എന്ന് പറയുന്ന ഈ ചെടി. ഏത് ചെടി നമ്മൾ വാങ്ങിച്ച് നട്ട് കഴിഞ്ഞാലും ആ ചെടിയെ നമ്മൾ കെയർ ചെയ്യുന്നതനുസരിച്ചിരിക്കും അതിൻ്റെ ലുക്ക്.
ഈ പറയുന്ന എല്ലാ ചെടികളും ബുഷിയായിട്ട് വളർത്തണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കെയറിംഗ് ടിപ്സ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. കളർഫുൾ ആയിട്ടുള്ള ഇലകൾ കൊണ്ട് എല്ലാവരെയും ആകർഷിക്കുന്ന മറ്റൊരു ചെടിയാണ് അൾട്ടർനാന്തര. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള എക്സലൻറ്റ് ചെടി തന്നെയാണിത്. ഇതിൻ്റെ ഏത് വെറൈറ്റി നട്ടു കൊടുത്താലും നമ്മൾ പ്രോപ്പറായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കണം. നല്ല ഹൈറ്റിൽ ഇത് വളർന്നു വരും. നമ്മൾ പ്രോപ്പറായിട്ട് പ്രൂൺ ചെയ്താൽ മാത്രമേ ചെടിക്ക് ഭംഗി വരികയുള്ളൂ. ഈ ചെടിയുടെ എല്ലാ വെറൈറ്റീസും മാത്രം മതി നമ്മൾക്കൊരു സൂപ്പർ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട്. കമ്പ് മുറിച്ച് നടുന്ന ചെടി കൂടിയാണിത്. അതുമാത്രമല്ല ഇതിൻ്റെ കട്ടിങ്സ് വെള്ളത്തിലിട്ട് നമുക്ക് ഈസി ആയിട്ട് റൂട്ട് ഇറക്കാവുന്നതുമാണ്. സൺലൈറ്റ് ആവശ്യത്തിന് ലഭിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഇലകളും കളർഫുള്ളായിട്ട് നിലനിൽക്കുകയുള്ളൂ. നല്ല ചൂടുള്ള സമയത്ത് തീർച്ചയായിട്ടും ചെടിക്ക് ഒരു നേരമെങ്കിലും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഹെമിഗ്രഫീസ് ഓൾട്ടർനേറ്റ എന്ന സ്പീഷീസിൽ വരുന്ന 2 വെറൈറ്റി ചെടികളെയാണ് പരിചയപ്പെടുന്നത്. ഈ 2 വെറൈറ്റി ചെടികളും നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെടികളാണ്. സോ ആദ്യത്തെ പ്ലാന്റ് പർപ്പിൾ വാഫിൾ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഇലകൾ വളരെ മനോഹരമാണ്. ഇതിൻ്റെ ഇലകളുടെ ടോപ്പ് പോർഷൻ എന്ന് പറയുന്നത് ഗ്രീൻ കളറിലും അതുപോലെ തന്നെ അതിൻ്റെ ബോട്ടം പോർഷൻ പർപ്പിൾ കളറിലുമാണ് വരുന്നത്. ഈ ചെടിയുടെ ഇലകൾക്ക് നല്ല ബ്രൈറ്റ് കളർ വരണമെങ്കിൽ ആവശ്യത്തിനുള്ള സൺലൈറ്റ് നമ്മൾ കൊടുക്കണം. ഡെയിലി വെള്ളം ലഭിച്ചാൽ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ചെടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട് മറന്നു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ പെട്ടെന്ന് വാടി വീഴുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഇലകളെല്ലാം പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരികയും ചെയ്യും. ഹെമിഗ്രഫിക്സ് ഓൾട്ടർനേറ്റ എന്ന സ്പീഷീസിലെ 2ാമത്തെ ചെടിയാണ് റെഡ് ഫ്ലെയിം ഐവി. ഇലകളുടെ ഭംഗി തന്നെയാണ് ഈ ചെടിയുടെയും ഹൈലൈറ്റ്. അതുമാത്രമല്ല ഒരു ചെറിയ വെള്ളപ്പൂക്കളും ഇതിനകത്ത് വരുന്നുണ്ട്. വെർട്ടിക്കൽ ഗാർഡനിൽ മാത്രമല്ല ഹാങ്ങിങ് പോട്ടിലും വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ്. ഇതിന് മുൻപുള്ള വീഡിയോയിൽ നമ്മൾ ലോ മെയിൻ്റനൻസിൽ വളർത്താൻ പറ്റുന്ന കുറച്ച് നല്ല ഹാങ്ങിങ് പ്ലാന്റ്സിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ വീഡിയോയിൽ നമ്മൾ ഈ ചെടിയുടെ കെയറിംഗ് ടിപ്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന കട്ട സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഡ്രസീനിയ സ്പീഷീസിൽ വരുന്ന അടുത്ത 2 ചെടികളെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യത്തെ ചെടി എന്ന് പറയുന്നത് ഗോൾഡൻ മിൽക്കി പ്ലാന്റ്. ഇനി നിങ്ങൾ ഈ ചെടി എവിടെയെങ്കിലും കണ്ടാൽ ധൈര്യമായിട്ട് വാങ്ങിക്കാം. കാരണം ഇതിന് ആവശ്യത്തിന് കുറച്ച് വെള്ളം മാത്രം കൊടുത്താൽ മതി. വളരെ ലെസ് മെയിൻ്റനൻസ് ഉള്ളൊരു ചെടിയാണ്. പ്രൊപ്പഗേഷനും അതിലും എളുപ്പമാണ്. ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് സോയിലിൽ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വളർന്നു വരും. ഡ്രസീനിയ സ്പീഷീസിൽ തന്നെ അടുത്ത പ്ലാന്റാണ് ഗോൾഡസ്റ്റ് പ്ലാന്റ്. ഇതിൻ്റെയും ഇലകൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതും ബ്രൈറ്റ് ഇൻഡയറക്റ്റ് സൺലൈറ്റ് ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. അധികമായിട്ട് സൂര്യപ്രകാശം ലഭിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലകൾ വാടി വീഴും. ഈ 2 ചെടികളുടെ കാര്യത്തിലും നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പഴയ സ്റ്റെമ്മ് ഇതിൻ്റെ കട്ട് ചെയ്ത് കൊടുത്താൽ പുതിയതായിട്ടുള്ള ഇലകൾ പൊട്ടിക്കിളിച്ച് വന്നിട്ട് നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനിൽ ഈ ചെടി ബുഷിയായിട്ട് നിൽക്കുകയുള്ളൂ. ഈ ചെടികൾക്ക് അധികം കെയറൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ 2 ചെടികളും നമ്മുടെ വെർട്ടിക്കൽ ഗാർഡന് വളരെ സ്യൂട്ടായിട്ടുള്ള ചെടികളാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മറ്റൊരു ചെടിയെ നമുക്ക് കാണാം. അതിൻ്റെ പേര് റിയോ പ്ലാന്റ് എന്നാണ്. മോസസ്-ഇൻ-ദ-ക്രേഡിൽ നിന്നും അതുപോലെ തന്നെ ബോട്ട് ലില്ലി എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്ന ഈ ചെടിയെ വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ 2 വെറൈറ്റീസ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ട്രൈ കളർ പ്ലാന്റും മറ്റൊന്ന് ബൈ കളർ പ്ലാന്റുമാണ്. ഒട്ടും കെയർ വേണ്ടാത്ത പ്ലാന്റ് ആയതുകൊണ്ട് ഗാർഡനിങ്ങിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് ഈ ചെടിയെ. അതുപോലെ പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ്. ജസ്റ്റ് കട്ടിങ്സ് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടിച്ചട്ടി ഫുൾ നിറഞ്ഞ് ഇതുപോലെ ഉണ്ടായി വരും. നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനിൽ ഒരുപാട് പൂക്കളുള്ള ഒരു ചെടിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. അങ്ങനെയുള്ളൊരു ചെടിയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്, മെക്സിക്കൻ ഹെദർ. ഈ ചെടി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ചെടിയായിരിക്കും. ആദ്യമൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലൊക്കെ ഉള്ള ഒരു കോമൺ ചെടിയായിരുന്നു. പിന്നീട് ഇതിൻ്റെ ഡിമാൻഡൊക്കെ കുറഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും ഇത് തിരിച്ചു വന്നിരിക്കുകയാണ്. സാധാരണ ഇതിൻ്റെ പിങ്ക്, വൈറ്റ് അതുപോലെ തന്നെ ലാവൻഡർ വെറൈറ്റീസാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഹാപ്പിയായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. എപ്പോഴും ധാരാളം പൂക്കളുള്ള ഒരു ചെടി കൂടിയാണ് ഇത്. വെർട്ടിക്കൽ ഗാർഡനിലും അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ഒക്കെ നമ്മൾ നട്ടുകൊടുക്കാറുള്ള കേളി പിങ്കാണ് അടുത്തതായിട്ടുള്ള ചെടി. ഈ ചെടിയുടെ പ്രത്യേകത വെയിൽ കിട്ടുന്നതനുസരിച്ച് ഇലകൾക്ക് നല്ല പിങ്ക് കളർ ലഭിക്കും. ഒരു ചെറിയ തണ്ട് ഞാൻ 10 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. ഇപ്പോൾ എനിക്ക് ഒരുപാട് വെർട്ടിക്കൽ പോട്ട്സിൽ ഇത് നടാൻ പറ്റി. നമ്മളീ പറഞ്ഞ ചെടികളൊക്കെ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ സാധാരണയായിട്ട് കോളിയസ് പോലുള്ള ചെടികൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റായിട്ട് വെർട്ടിക്കൽ പോട്ടിലേക്ക് നട്ടു കൊടുക്കാറില്ല. ഇതുപോലെ ഒരു ചെടി നട്ടു കൊടുക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് പേരൻറ്റ് പ്ലാന്റിൽ നിന്ന് അതിൻ്റെ സ്റ്റെം കട്ട് ചെയ്തിട്ട് നട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ വെർട്ടിക്കൽ പോട്ടിൽ നടുന്ന ചെടി 2-3 ദിവസം ഷെയ്ഡിൽ വെച്ച ശേഷം
വെർട്ടിക്കൽ ഗാർഡനിലേക്ക് മാറ്റാവുന്നതാണ്. നമ്മൾ നട്ട ഈ പ്ലാന്റിന് ഡെയിലി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേരന്റ് പ്ലാന്റ് നല്ലപോലെ പൊട്ടിക്കിളിച്ച് വരികയും അതുപോലെ തന്നെ വെർട്ടിക്കൽ പോട്ടിലുള്ള പ്ലാന്റ് വളർന്നു വരികയും ചെയ്യും. ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലും മറ്റൊരു പ്ലാന്റ് നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് വലിയ രീതിയിലുള്ള വിഷമം ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ കാണിക്കുന്ന ചെടികളെല്ലാം ഇതിനു മുൻപ് കട്ട് ചെയ്ത് വെർട്ടിക്കൽ പോട്ടിൽ നട്ടതാണ്. അപ്പോൾ ഈ പേരന്റ് പ്ലാന്റും നല്ലപോലെ തന്നെ പൊട്ടിക്കിളിച്ച് പുതിയ തൈകൾ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്ത് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മുടെ ചെടികളൊക്കെ നല്ല ഹൈറ്റിൽ വളർന്നു വന്നു തുടങ്ങും. ഏത് പ്ലാന്റ് ആയാലും ഹൈറ്റിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഗാർഡനിൽ നിൽക്കുന്നത് കാണാൻ അത്ര ഭംഗി ഉണ്ടാവുകയില്ല. സോ അങ്ങനെ വരുമ്പോഴും നമ്മൾ ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്ത് ആ പോട്ടിൽ തന്നെ സ്പേസ് ഉള്ളിടത്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ പ്ലാന്റ്സും കട്ട് ചെയ്ത് ആ വെർട്ടിക്കൽ പോട്ടിൽ തന്നെ നമ്മൾ കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പോട്ടിൽ നിൽക്കുന്ന ചെടി നല്ല ബുഷിയായിട്ട് ഫീൽ ചെയ്യും. നമ്മളൊരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിലല്ല കാര്യം, നമ്മളതെങ്ങനെ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നതിലിരിക്കും നമ്മുടെ വെർട്ടിക്കൽ ഗാർഡൻ്റെ ഭംഗി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ചാനലിനെ ഇഷ്ടപ്പെടുകയാണെങ്കിലും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.